ഹായ് ലേണേഴ്സ്, ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NTA UGC നെറ്റ് ഹിസ്റ്ററിയുടെ PYQ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. NTA UGC നെറ്റ് ഹിസ്റ്ററിയുടെ 2024 ജൂണിൽ നടന്നിട്ടുള്ള എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, VD സവർക്കർ വാസ് കണക്റ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്? താഴെ തന്നിട്ടുള്ളവയിൽ ഏതുമായിട്ടെല്ലാമാണ് VD സവർക്കർ കണക്റ്റ് ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 പോയിന്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. മിത്രമേള, ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857, ഇന്ത്യൻ ഹൗസ്, ഫെർഗൂഷൻ കോളേജ്, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. അപ്പോൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കോഡുകളാണ് നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് മിത്രമേള, ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857, ഇന്ത്യൻ ഹൗസ്, ഫെർഗൂഷൻ കോളേജ് എന്നിവയൊക്കെയാണ് VD സവർക്കറുമായിട്ട് ബന്ധപ്പെടുത്താവുന്നത്. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒന്ന് നോക്കുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. മിത്രമേള ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ ആയിരുന്നു. 1899 നാസിക്കിൽ വെച്ചിട്ടാണ് ഈ ഒരു സീക്രട്ട് റെവല്യൂഷണറി ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്യുന്നത്. VD സവർക്കറും അദ്ദേഹത്തിൻ്റെ ബ്രദർ ആയിട്ടുണ്ടായിരുന്ന ഗണേഷ് സവർക്കറും കൂടി ചേർന്നാണ് ഈ ഒരു സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് അഭിനവ് ഭാരത് സൊസൈറ്റി അല്ലെങ്കിൽ യങ് ഇന്ത്യ സൊസൈറ്റി എന്നെല്ലാമാണ്. അപ്പോൾ മിത്രമേള എന്നുള്ളത് ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ ആണ്. അതൊരു റെവല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എന്നുള്ളത് ഓർക്കുക. VD സവർക്കറും അതുപോലെ അദ്ദേഹത്തിൻ്റെ ബ്രദർ ആയിട്ടുണ്ടായിരുന്ന ഗണേഷ് സവർക്കറും കൂടി ചേർന്ന് 1899 നാസിക്കിൽ വെച്ചിട്ടാണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു റെവല്യൂഷണറി സീക്രട്ട് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സീക്രട്ട് സൊസൈറ്റി ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1899 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ ധാരാളം റെവല്യൂഷണറി സൊസൈറ്റീസ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടീഷ് റൂളിനെ ഓവർത്രോൺ ചെയ്യുക എന്നുള്ളത്. അത് എങ്ങനെ? ആംഡ് ഫോഴ്സ് അല്ലെങ്കിൽ ആംഡ് റിബല്യൻ ഉപയോഗിച്ചിട്ട് ബ്രിട്ടീഷ് ഫോഴ്സിനെ ഓവർത്രോൺ ചെയ്യുക എന്നുള്ള ഒരു മോട്ടീവോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ധാരാളം റെവല്യൂഷണറി സൊസൈറ്റീസ് മഹാരാഷ്ട്രയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അതിലൊരെണ്ണമാണ് ഈ പറയുന്ന മിത്രമേള എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857. VD സവർക്കർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്നുള്ളത്. ഈ ഒരു വർക്ക് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് 1909 വെച്ചിട്ടാണ്. ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് ഹിസ്റ്ററി വർക്കാണ് ഈ പറയുന്ന ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്നുള്ള ഒരു വർക്ക്. നെക്സ്റ്റ് വൺ ഇന്ത്യ ഹൗസ് ആണ്. ഇന്ത്യ ഹൗസ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ് റെസിഡൻസ് ആണ്. ഇത് ഫൗണ്ട് ചെയ്യുന്നത് ശ്യാംജി കൃഷ്ണവർമ്മ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് എടുക്കുന്നത് VD സവർക്കർ ആണ് 1907. അത് ലീഡർഷിപ്പ് ഇദ്ദേഹം ഏറ്റെടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കൃഷ്ണവർമ്മേനെ, അതായത് ശ്യാംജി കൃഷ്ണവർമ്മേനെ പാരീസിലേക്ക് നാട് കടത്തപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇന്ത്യ ഹൗസിൻ്റെ ലീഡർഷിപ്പ് 1907 VD സവർക്കർ ഏറ്റെടുക്കുന്നുണ്ട്. ദെൻ ഈ ഒരു ഇന്ത്യ ഹൗസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജേണലാണ്, കൃഷ്ണവർമ്മയുടെ ജേണലാണ് കേട്ടോ, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്, ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്ന ജേണൽ. ഇന്ത്യ ഹൗസിൻ്റെ ലൊക്കേഷൻ വരുന്നത് ലണ്ടനിലാണ് കേട്ടോ. 1905 ഈ ഒരു ഇന്ത്യൻ ഹൗസ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. 1 ജൂലൈ 1905 ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെൻറി ഹിൻമാൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റുഡൻറ് റെസിഡൻസ്, അതായത് ഇപ്പോൾ ഹോസ്റ്റൽ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത്തരത്തിലൊന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതും VD സവർക്കർ ആയിട്ട് റിലേറ്റഡ് ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫെർഗൂഷൻ കോളേജ്. ഫെർഗൂഷൻ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ VD സവർക്കർ ഈ ഫെർഗൂഷൻ കോളേജിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അദ്ദേഹം ഇവിടെയൊക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആക്ടിവിസം ഒക്കെ ധാരാളമായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ കൂടാതെ, അതായത് VD സവർക്കറിനെ കൂടാതെ ലോകമാന്യ തിലക്, ഗോപാൽ അഗർകാർ എന്നീ ലീഡേഴ്സും എന്നീ ഫ്രീഡം ഫൈറ്റേഴ്സും
ഇത്തരത്തില് ഫെർഗ്യൂഷൻ കോളേജിലെ സ്റ്റുഡൻസ് ആയിരുന്നു. ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു കോളേജാണ് ഈ പറയുന്ന ഫെർഗ്യൂഷൻ കോളേജ്. ദെൻ ഇതിൻ്റെ ഒരു ഇത് ഫേമസ് ആവാനായിട്ടുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ബീങ് ദ ഫസ്റ്റ് പ്രൈവറ്റ്ലി ഗവേൺഡ് കോളേജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ്ലി ഗവേൺഡ് ആയിട്ടുള്ള ഒരു കോളേജ് ആയിരുന്നു ഫെർഗ്യൂഷൻ കോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഓപ്ഷനിൽ ഒരെണ്ണം കൂടി തന്നിട്ടുള്ളത് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ആണ്. അത് വി ഡി സവർക്കറുമായിട്ട് റിലേറ്റഡ് അല്ല. ഇത് ലോഞ്ച് ചെയ്യുന്നത് ഗസലു ലക്ഷ്മണരാശു ചെട്ടി ആയിരുന്നു 1852. ഓക്കെ, അപ്പോൾ ഈ ആൻസേഴ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ലിസ്റ്റ് ഫസ്റ്റ് വിത്ത് ലിസ്റ്റ് സെക്കൻഡ്. ലിസ്റ്റ് 1 നോക്കുമ്പോൾ ഗുരു അൻഗദ്, അതുപോലെ ഗുരു രാംദാസ്, ഗുരു അർജുൻ, ഗുരു ഗോവിന്ദ് സിംഗ് എന്നിവയാണ്. ലിസ്റ്റ് സെക്കൻഡിലെ ഗുരുമുഖി, അമൃത്സർ ടെമ്പിൾ, ആദി ഗ്രന്ഥ്, ഖൽസ എന്നിവയാണ്. അപ്പോൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കോഡുകളാണ് നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. അതായത് ഇത് കണക്ട് ചെയ്യുന്ന കോഡുകളാണ് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. ദാറ്റ് മീൻസ് ആ ഒരു കറക്റ്റ് ലിസ്റ്റ് ഫസ്റ്റിൽ നൽകിയിട്ടുള്ള ആ കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് ലിസ്റ്റ് സെക്കൻഡും ഇതിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ഗുരു അങ്കദ് കണക്റ്റ് ആവുന്നത് ഗുരുമുഖി ആയിട്ടാണ്. അതുപോലെ ഗുരു രാംദാസ് അമൃത്സർ ടെമ്പിൾ ആയിട്ടാണ് കണക്റ്റ് ആവുന്നത്. ഗുരു അർജുൻ ആദി ഗ്രന്ഥ ആയിട്ട് കണക്റ്റഡ് ആണ്. ദെൻ ഗുരു ഗോവിന്ദ് സിംഗ് ഖൽസ ആയിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ ആദ്യം ഗുരു അങ്കദിനെ കുറിച്ചിട്ട് പറയാം. ഗുരു അങ്കദിന്റെ ബർത്ത് ഇയർ വരുന്നത് 1504 ദെൻ അദ്ദേഹത്തിന്റെ ഡെത്ത് ഇയർ വരുന്നത് 1552 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം കണക്റ്റഡ് ആവുന്നത് ഗുരുമുഖി എന്ന ഒരു വേർഡായിട്ടാണ്. അപ്പോൾ ഗുരുമുഖി എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് ആണ്. അതായത് ഇപ്പോഴത്തെ പഞ്ചാബി ലാംഗ്വേജ്, ഇന്ത്യയിൽ പഞ്ചാബി ലാംഗ്വേജ് എഴുതുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് റൈറ്റിംഗ് സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്, അത് ആണ് ഈ പറയുന്ന ഗുരുമുഖി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ഗുരു അങ്കദാണ്. ദെൻ ഇദ്ദേഹവുമായിട്ട് കണക്റ്റ് ആവുന്ന മറ്റൊരു പോയിന്റ് കൂടി പറയാം. ഒരു സിറ്റി ഇദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിൽഗ്രിമേജ് സിറ്റി ഓഫ് ഗോയിന്ദ്വാൾ, അങ്ങനെയാണ് ആ സിറ്റീനെ അറിയപ്പെടുന്നത്. ദെൻ മറ്റൊരു കാര്യം കൂടി ഈ ഒരു ഗുരുമുഖി സ്ക്രിപ്റ്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഇദ്ദേഹം ഫൗണ്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാന്ത സ്ക്രിപ്റ്റ് ആയിരുന്നു. സ്പെല്ലിംഗ് പറയാം, LAHNDA, ലാന്ത സ്ക്രിപ്റ്റ്. അപ്പോൾ ആ സ്ക്രിപ്റ്റിലുള്ള ഇനാഡിക്വസീസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊന്ന് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഗുരുമുഖി സ്ക്രിപ്റ്റ് ഇദ്ദേഹം ഫൗണ്ട് ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹം നമുക്കറിയാം സിക്കിസം ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 10 ഗുരുക്കന്മാർ ചേർന്നാണ്. ആ 10 ഗുരുസിലെ സെക്കൻഡ് വൺ ആണ് ഗുരു അങ്കദ് ദേവ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗുരു രാംദാസിനെ കുറിച്ച് പറയാം. ഗുരു രാംദാസ് ജനിക്കുന്നത് 1534 ലാഹോറിൽ, പഞ്ചാബിൽ. ദെൻ അദ്ദേഹത്തിന്റെ ഡെത്ത് ഇയർ വരുന്നത് 1581 ഗോയിന്ദ്വാളിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. 4ാമത്തെ സിഖ് ഗുരു ആയിരുന്നു ഇദ്ദേഹം. നമ്മൾ പറഞ്ഞു അദ്ദേഹം കണക്ട് ആവുന്നത് അമൃത്സർ ടെമ്പിൾ ആയിട്ടാണ്. അമൃത്സർ ടെമ്പിൾ എന്ന് പറയുന്നത് സിക്കിസത്തിന്റെ ഒരു സെന്റർ ഓഫ് വർഷിപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് സിക്കിസത്തിന്റെ അല്ലെങ്കിൽ സിഖുകാരുടെ ഒരു പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് വർഷിപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഹർമന്ദിർ സാഹിബ് അല്ലെങ്കിൽ ഗോൾഡൻ ടെമ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ ഒരു അമൃത്സർ ടെമ്പിൾ. നെക്സ്റ്റ് വൺ ഗുരു അർജുൻ ദേവ്ജി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ആദി ഗ്രന്ഥ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമായിരുന്നു. ആദി ഗ്രന്ഥ് എന്ന് പറയുന്നത് സിഖുകളുടെ ഒരു സേക്രഡ് സ്ക്രിപ്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇദ്ദേഹം, അതായത് ഗുരു അർജുൻ, ഒരു പ്രോളിഫിക് പോയറ്റ് കൂടിയായിരുന്നു എന്നുള്ളത് ഓർക്കുക. ഇദ്ദേഹത്തിന്റെ ഗുരുക്കളായിരുന്നു ഗുരു അമർദാസ്, അതുപോലെ തന്നെ ഗുരു ബാബ ബുദ്ധാജി. ദെൻ ഇദ്ദേഹത്തിന്റെ മരണത്തിനെ കുറിച്ചിട്ട് ഉള്ള ഒരു നോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രഡീഷണൽ സിഖ് ബിലീഫാണ് കേട്ടോ. അതായത് ട്രഡീഷണൽ സിഖ് അക്കൗണ്ട്സിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഗൾ എംപറർ ആയിട്ടുണ്ടായിരുന്ന ജഹാംഗീർ ഇദ്ദേഹത്തിനെ വധിക്കാനായിട്ട് ഓർഡർ ചെയ്തു എന്നാണ്. അതായത് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇദ്ദേഹം, അതായത് ഗുരു അർജുൻ
ധാരാളം പോയറ്റിക് വർക്ക്സ് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൽ ചില ഹിംസൊക്കെ തന്നെ, അതായത് ചില മന്ത്രങ്ങളൊക്കെ തന്നെ തിരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഇറേസ് ചെയ്ത് കളയാനൊക്കെ ആയിട്ട് ഇദ്ദേഹം ജഹാംഗീർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഫൈനൊക്കെ ചുമത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗുരു അർജുൻ ഇതൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ ആ ഒരു ഓർഡർ റെഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഈ ഒരു ലിറിക്സ് ഒന്നും തന്നെ റിമൂവ് ചെയ്യില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ എക്സിക്യൂഷൻ ചെയ്യുന്നത്. ഇദ്ദേഹത്തിനെ ബോയിൽ ചെയ്ത് കൊന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതായത് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ എന്താ തിളച്ച വെള്ളത്തിലേക്ക് എറിഞ്ഞിട്ട് അങ്ങനെ പുഴുങ്ങിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ ടോർച്ചർ ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിനെ കൊല്ലുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, വിച്ച് ഗുരു വാസ് ബോയിൽഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ജഹാംഗീറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നും കൂടി ഒന്ന് ഓർക്കുക, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. നെക്സ്റ്റ് ഗുരു ഗോവിന്ദ് സിംഗ് 1666 ഇദ്ദേഹത്തിന്റെ ബർത്ത് ഇയർ. ഇദ്ദേഹം കണക്ട് ആവുന്നത് ഖാൽസ ആയിട്ടാണ്. ഖാൽസ എന്ന് പറയുന്നത് സിഖ് വാരിയർ കമ്മ്യൂണിറ്റി ആയിരുന്നു. 1699 ഈ ഒരു ഖാൽസ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ വരുന്നത്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. മാർക്കോ പോളോ വിസിറ്റ്സ് മലബാർ കോസ്റ്റ്. മുഹമ്മദ് തുഗ്ലക്സ് ടോക്കൺ കറൻസി എക്സ്പെരിമെന്റ്. ഫൗണ്ടേഷൻ ഓഫ് വിജയനഗര ബൈ ഹരിഹര ഫസ്റ്റ്. കൈസർ ഖാൻ ഫൗണ്ടഡ് സയ്യിദ് ഡൈനാസ്റ്റി അറ്റ് ഡൽഹി. മാഹിയാൻസ് റിപ്പോർട്ട് ഓൺ ബംഗാൾ. ഫസ്റ്റ് റെഫറൻസ് ടു സെറികൾച്ചർ ഇൻ ബംഗാൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഇവ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് കോഡുകളാണ് നമ്മുടെ ഓപ്ഷനായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ABCDE എന്ന കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്ന അതേ ഓർഡർ തന്നെയാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന എക്സ്പ്ലനേഷൻ ജസ്റ്റ് നോക്കുമ്പോൾ, മാർക്കോ പോളോ വിസിറ്റ്സ് മലബാർ കോസ്റ്റ്. 1292 മാർക്കോ പോളോ മലബാർ കോസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത്. ഒരു വെനീഷ്യൻ മെർച്ചന്റ് ആയിരുന്നു മാർക്കോ പോളോ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു റൈറ്റർ കൂടിയായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ മലബാർ തീരത്തേക്ക് എത്തുന്നത് 1292 CE കാലഘട്ടത്തിലാണ്. ഹൊയ്സാല എംപയറിന്റെ ആ ഒരു കാലഘട്ടത്തിൽ കിങ് രാമരാജയുടെ പീരീഡിലാണ്, ഒരു ഭരണ കാലഘട്ടത്തിലാണ് മാർക്കോ പോളോ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഏകദേശം 1 വർഷത്തോളം കാലം ഇദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലോക്കൽ കസ്റ്റംസ് അതുപോലെ തന്നെ ട്രേഡ് പ്രാക്ടീസസ് അതൊക്കെ തന്നെ അദ്ദേഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൊയ്സാല പീരീഡിന്റെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ പാണ്ഡ്യ കിങ്ഡത്തിന്റെയും കൂടി പീരീഡ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർമ്മയിൽ വെക്കുക, പാണ്ഡ്യ കിങ്ഡം. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഏകദേശം ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്, അതുകൊണ്ടാണ് രണ്ടും എടുത്തു പറഞ്ഞത്. നെക്സ്റ്റ്, മുഹമ്മദ് തുഗ്ലക്സ് ടോക്കൺ കറൻസി എക്സ്പെരിമെന്റ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ടോക്കൺ കറൻസി എക്സ്പെരിമെന്റ്, അദ്ദേഹം കുറച്ചധികം എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്കുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് ഷിഫ്റ്റിംഗ്, അതുപോലെ ടോക്കൺ കറൻസി, അങ്ങനെ കുറേയധികം എക്സ്പെരിമെന്റ്സ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ ടോക്കൺ കറൻസി എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് 1330 കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ടോക്കൺ കറൻസി എന്നുള്ള ഒരു സിസ്റ്റം തന്നെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആയിരുന്നു. ഇതും ദേവഗിരിയിലേക്കുള്ള ഷിഫ്റ്റിംഗ് പോലെ ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്തായിരുന്നു ഈ ഒരു ടോക്കൺ കറൻസി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രാസ് അതുപോലെ തന്നെ കോപ്പർ ഇതിൻ്റെയൊക്കെ കോയിൻസ് ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ മിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാത്തിനും തന്നെ ഗോൾഡ് സിൽവർ കോയിൻസിന്റെ അതേ വാല്യൂ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കോയിൻസ് ഓഫ് ബ്രാസ് ആൻഡ് കോപ്പർ വെർ മിന്റഡ്, ദോസ് വർത്ത് വാസ് ഈക്വാലന്റ് ടു ദാറ്റ് ഓഫ് കോയിൻസ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. അപ്പോൾ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് സിൽവർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി വാല്യൂബിൾ ആയിട്ടുള്ള മെറ്റൽസ് ആണ് അല്ലേ. അതായത് ബ്രാസിനെയും കോപ്പറിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗോൾഡിനും സിൽവറിനും കുറച്ചുകൂടി വാല്യൂബിൾ ആണ്. അപ്പോൾ ഈ ഗോൾഡിന്റെ സിൽവറിന്റെയും കോയിൻസിന്റെ അതേ മൂല്യത്തിൽ തന്നെ ബ്രാസും കോപ്പറും കോയിൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്, അത് അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ മുഹമ്മദ് തുഗ്ലക്കിന്റെ ടോക്കൺ കറൻസിയും
അതും അൺസക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ ഇയർ വരുന്നത് 1330 ആണ്. ഇനി ഫൗണ്ടേഷൻ ഓഫ് വിജയനഗര ബൈ ഹരിഹര. ഫസ്റ്റ് വിജയനഗര എംപയർ എന്ന് പറയുന്നത് ഡെക്കാൻ ഏരിയയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എംപയർ ആയിരുന്നു. 1336 ഓൺവേർഡ്സ് ആണ് ഈ ഒരു വിജയനഗര എംപയർ വരുന്നത്. ഈ ഒരു എംപയർ ഫൗണ്ട് ചെയ്യുന്നത് ഹരിഹരനും അദ്ദേഹത്തിന്റെ ബ്രദർ ആയിട്ടുണ്ടായിരുന്ന ബുക്ക രായയും ചേർന്നാണ്. അപ്പൊ ഈ ഹരിഹരനെ ഓൾസോ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹക്ക എന്ന് പറയുന്നത്. അപ്പൊ ഹക്കയും ബുക്കയും ചേർന്നാണ് ഈ ഒരു വിജയനഗര എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹരിഹര ബുക്ക എന്ന് കോമൺ ആയിട്ട് പറയാറുണ്ട് സാധാരണ. അപ്പോൾ ഈ ഹരിഹരന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത്, ഇദ്ദേഹം ആണ് ഈ ഒരു എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1336 1336 മുതൽ 1356 CE വരെയാണ് ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം. വിജയനഗര എന്ന ടേമിന്റെ അവരുടെ ഡൈനാസ്റ്റിയുടെ പേര് വിജയനഗര എന്നാണല്ലോ. അതിന്റെ പേരിന്റെ മീനിങ് എന്താണ്? സിറ്റി ഓഫ് വിക്ടറി എന്നാണ്. വിജയങ്ങളുടെ നഗരം, അതാണ് വിജയനഗര. ദെൻ ഇത് സൗത്തേൺ കർണാടക പാർട്ടിലാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കൈസർ ഖാൻ ഫൗണ്ടഡ് സയ്യിദ് ഡൈനാസ്റ്റി അറ്റ് ഡൽഹി. അതിന്റെ ഇയർ വരുന്നത് 1414 CE ആണ്. സയ്യിദ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് കൈസർ ഖാൻ എന്നുള്ളത് നമുക്കറിയാം. ഈ കൈസർ ഖാന്റെ ഭരണ കാലഘട്ടം 1414 മുതൽ 1421 വരെയായിരുന്നു. സോ ഇദ്ദേഹം തന്നെയായിരുന്നു ഫസ്റ്റ് സയ്യിദ് റൂളർ ആയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സയ്യിദ് ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളർ അല്ലെങ്കിൽ ലാസ്റ്റ് എംപറർ എന്ന് പറയുന്നത് അലാവുദ്ദീൻ ആലം ഷാ ആയിരുന്നു. ഈ അലാവുദ്ദീൻ ആലം ഷായുടെ പീരീഡിലാണ് ലോധി ഡൈനാസ്റ്റി, അതായത് ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തിന്റെ അവസാനത്തോട് കൂടിയിട്ടാണ് ലോധി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അങ്ങനെ സയ്യിദ് ഡൈനാസ്റ്റി കൊളാപ്സ്ഡ് ആവുകയാണ് ഉണ്ടാവുന്നത്. സയ്യിദ് ഡൈനാസ്റ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ലോധി ഡൈനാസ്റ്റി വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ്, മാഹ്യാൻസ് റിപ്പോർട്ട് ഓൺ ബംഗാൾ, ഫസ്റ്റ് റെഫറൻസ് ടു സെറികൾച്ചർ ഇൻ ബംഗാൾ. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടുനൂൽ പുഴുവിന്റെ കൃഷിയെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പട്ടുനൂൽ പുഴുവിനെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പട്ടുനൂൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ പട്ടുവസ്ത്രങ്ങളൊക്കെ തയ്പ്പിക്കാനോ തുന്നാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു സെറികൾച്ചർ എന്ന് പറയുന്നത് പട്ടുനൂൽ പുഴുവിന്റെ കൃഷിയെയാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഫസ്റ്റ് റെഫറൻസ് നമുക്ക് തരുന്നത് മാഹിയാന്റെ റിപ്പോർട്ടാണ്. മാഹിയാൻ ബംഗാൾ വിസിറ്റ് ചെയ്യുന്നത് 1425 to 1432 ആണ്. അപ്പോൾ ആ ഒരു പീരീഡിന്റെ ഉള്ളിലാണ് അദ്ദേഹം ഈ ഒരു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഈ ഒരു തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിലെ ഏറ്റവും ലാസ്റ്റിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കരുതാവുന്നത്. സോ ദാറ്റ് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ABCDE എന്നിങ്ങനെ കറക്റ്റ് ആയിട്ട് ക്രോണോളജിക്കലി നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈസ് ഓഫ് ദിസ് സിറ്റി ഐ ഡു നോട്ട് റൈറ്റ് ഹിയർ. Then what I saw from thence seemed to me as large as Rome. അതായത് ഒരു വർക്കിൽ നിന്നുള്ള കുറച്ച് വരികളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഈ ഡാഷ് ഇട്ടിരിക്കുന്നത് ഈ ദ സൈസ് ഓഫ് ദി സിറ്റി ഐ ഡു നോട്ട് റൈറ്റ് ഹിയർ എന്ന് തുടങ്ങി വാട്ട് ഐ സോ ഫ്രം തെൻസ് സീം ടു മീ ആസ് ലാർജ് ആസ് റോം എന്ന് അവസാനിക്കുന്നത് എന്നുള്ള ലെവലിലാണ് ആ ഒരു ഒരു ഹൈഫൺ ഇട്ടിരിക്കുന്നത്. ഹൈഫൺ അല്ല, ഒരു സ്പേസ് ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണ്. ഇതൊരു ചെറിയൊരു പാരഗ്രാഫാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ദ സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് സിറ്റിനെയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കുറച്ച് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം മേ ബി ഇത്രത്തോളം ഡീപ്പായിട്ടൊന്നും ചിലർ പഠിച്ചു പോയിട്ടുണ്ടാവില്ല. ഓക്കെ. പാടലിപുത്ര, തോസലി, മധുര, വിജയനഗര എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വിജയനഗരയാണ്. വിജയനഗര എംപയറിനെ കുറിച്ചിട്ട് ഡൊമിംഗോ പയസിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന വരികൾ. അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്നുള്ള വരികളാണിത്. ആ ഒരു ഡിസ്ക്രിപ്ഷൻ ചെറുതായിട്ട് ഞാനൊന്ന് വായിക്കാം. ദ സൈസ് ഓഫ് ദി സിറ്റി ഐ ഡു നോട്ട് റൈറ്റ് ഹിയർ ബിക്കോസ് ഇറ്റ് കനോട്ട് ഓൾ ബി സീൻ ഫ്രം എനി വൺ സ്പോട്ട്, ബട്ട് ഐ ക്ലൈംബഡ് എ ഹിൽ വെൻസ് I could see a great part of it. I could not see it all because it lies between several ranges of hills. What I saw from thence seemed to me as large as Rome and very beautiful to the sight. There are many groves of trees within it, in the gardens of the house, and
many conduits of water which flow into the midst of it, and in places there are lakes, and the king has close to his palace a palm grove and other rich fruit bearing trees. ഓക്കെ, അപ്പൊ വിജയനഗര എംപയറിനെ കുറിച്ചിട്ട് ഡൊമിംഗോ പയസിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഞാനിപ്പോൾ വായിച്ചത്. ഓക്കെ, അപ്പോൾ അതാണ് വിജയനഗരയാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടേം ശ്രേണീസ്? ശ്രേണി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സോൾ, ഇസ്ലാമിക് പ്രീസ്റ്റ്, ഗിൽഡ്സ് ഓഫ് ട്രേഡേഴ്സ്, സക്താസ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. ശ്രേണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് വേഗം ആൻസറിലേക്ക് പോവാം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഗിൽഡ്സ് ഓഫ് ട്രേഡേഴ്സ് ആണ്. അതായത് ശ്രേണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആൻഷ്യന്റ് ഇന്ത്യയിൽ ശ്രേണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രേഡേഴ്സിന്റെ ഒരു അസോസിയേഷൻ, ട്രേഡേഴ്സിന്റെയും അതുപോലെ മെർച്ചന്റ്സിന്റെയും ആർട്ടിസൻസിന്റെയും ഒക്കെ ഒരു അസോസിയേഷൻ എന്നുള്ള നിലയിലാണ്. അപ്പൊ ഗിൽഡുകൾ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ഈ ഇത്തരത്തില് ട്രേഡേഴ്സിന്റെ ഒക്കെ ഒരു അസോസിയേഷനാണ് ഗിൽഡുകൾ എന്ന് നമ്മൾ പറയാറുള്ളത് അല്ലെ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള അതിനുവേണ്ടി റെഫർ ചെയ്യുന്ന ഒരു ടേം ആണ് ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ശ്രേണികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രേഡേഴ്സിന്റെ അസോസിയേഷൻസ് വഴി എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സിന്റെ അസോസിയേഷൻ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് വേണ്ടുന്ന ട്രെയിനിങ്, അതുപോലെ അവർക്ക് വേണ്ടുന്ന റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള ശ്രേണികളുടെ ഒരു ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് ഇപ്പോൾ കൽപ്പണിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ശ്രേണി, അതായത് ഒരു അസോസിയേഷൻ, ദെൻ ഗോൾഡ് സ്മിത്തിന് വേണ്ടിയിട്ട് ഒരു അസോസിയേഷൻ, അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പുകാർ മാത്രമേ ആ ശ്രേണിയിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടുന്ന റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതുപോലെ അതിന് വേണ്ടുന്ന ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെയാണ് ഈ ഒരു ശ്രേണീസിന്റെ അല്ലെങ്കിൽ അസോസിയേഷൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഈ ശ്രേണീസ് ബാങ്കിന്റെ ഒരു റോള് കൂടി ചെയ്യുന്നുണ്ട്. അതായത് മണി അതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ശ്രേണികളെ ഉപയോഗിച്ചിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡി ഇൻഡസ്ട്രിയലൈസേഷൻ റെഫേഴ്സ് ടു ഡാഷ്. ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ലാക്ക് ഓഫ് ഇൻഡസ്ട്രി ഇൻ എ കൺട്രി, ലാക്ക് ഓഫ് ഫാമിംഗ് ഇൻ എ കൺട്രി, decrease in the proportion of national income generated by industry, and the decrease in the percentage of population dependent on it, then lack of use of modern technology in a country. അപ്പോൾ 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് decrease in the proportion of national income generated by industry and the decrease in the percentage of population depended on it. അതായത് നാഷണൽ ഇൻകത്തിലേക്ക് ഇൻഡസ്ട്രി ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊപ്പോർഷനിൽ ഡിക്രീസ്, അതായത് കുറവ് സംഭവിക്കുക, അതുപോലെ തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോപ്പുലേഷന്റെ പെർസെൻറ്റേജിലും ഡിക്രീസ് സംഭവിക്കുക എന്നുള്ളതാണ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്നതുകൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നത്. ഇപ്പോൾ നമ്മളിൽ പലർക്കെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും ഒന്നാമത്തെ ഓപ്ഷനായിട്ട്, അതായത് ഒന്നാമത്തെ ഓപ്ഷനാണ് ശരി എന്നുള്ള ലെവലിൽ ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ലാക്ക് ഓഫ് ഇൻഡസ്ട്രി ഇൻ എ കൺട്രി, അതായത് ഒരു രാജ്യത്ത് ഇൻഡസ്ട്രികൾ ഇല്ല അല്ലെങ്കിൽ ഇൻഡസ്ട്രികൾ കുറഞ്ഞു വരുന്ന ആ ഒരു അവസ്ഥ, ഇൻഡസ്ട്രികൾ ഇല്ല എന്നുള്ളൊരവസ്ഥ എന്നുള്ളത് ഡൗട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതല്ല, നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു, ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഇൻകത്തിന്റെ കുറവാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അവിടുത്തെ ഒരു വ്യവസായവൽക്കരണം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനെയാണ് നമ്മൾ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇൻഡസ്ട്രീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള എംപ്ലോയീസിന്റെ ഒരു അളവൊക്കെ വളരെയധികം കുറഞ്ഞ് വരിക. അപ്പോൾ നാഷണൽ ഇൻകത്തിലേക്കുള്ള ഇൻഡസ്ട്രിയുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെയധികം കുറഞ്ഞു വരിക, അതിനെയൊക്കെയാണ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യയിൽ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഏത് കാലഘട്ടത്തിലാണ്? 19th to 20th സെഞ്ചുറി കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ റൂള് നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്തിൽ ടെക്സ്റ്റൈൽ അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിലൊക്കെ തന്നെ ധാരാളമായിട്ടുള്ള
കുറവ് സംഭവിക്കാനായിട്ടുള്ള കാരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാരണം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലൊക്കെ എംപ്ലോയീസിന്റെ ഒക്കെ കുറവ് വരാനായിട്ടുള്ള കാരണം എന്താണ്? അവിടെയൊക്കെ മെഷീൻ മെയ്ഡ് ഗുഡ്സ് ആ ഒരു ഹാൻഡ് മെയ്ഡ് ഗുഡ്സിന് പകരമായിട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ, അപവ്യവസായവൽക്കരണം എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്, അത് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ലിസ്റ്റ് ഫസ്റ്റ് ലിസ്റ്റ് സെക്കൻഡുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് ഫസ്റ്റിൽ നമുക്ക് കുറച്ച് റൈറ്റേഴ്സിന്റെ പേരാണ് നൽകിയിട്ടുള്ളത്. ദെൻ ലിസ്റ്റ് സെക്കൻഡിൽ അവരുടെ ഒരു സ്പെസിഫിക് ഏരിയ, അതായത് ഏത് ലാംഗ്വേജിലാണ് അവർ സ്പെസിഫിക് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ലിസ്റ്റ് സെക്കൻഡിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലിസ്റ്റ് ഫസ്റ്റ് നോക്കാം. ഹേമ സരസ്വതി, ശരള ദാസ, മുകുന്ദരാജ്, യരപ്രഗത. ദെൻ ലിസ്റ്റ് സെക്കൻഡ് നോക്കുമ്പോൾ ഒറിയ ലിറ്ററേച്ചർ, മറാത്തി ലിറ്ററേച്ചർ, ആസാമീസ് ലിറ്ററേച്ചർ, തെലുങ്കു ലിറ്ററേച്ചർ. ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന 4 ഓപ്ഷൻസ് നമുക്ക് കോഡായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഹേമ സരസ്വതി കണക്ട് ചെയ്യുന്നത് ആസാമീസ് ലിറ്ററേച്ചർ ആയിട്ടാണ്. ദെൻ സരളദാസ കണക്ട് ചെയ്യുന്നത് ഒറിയ ലിറ്ററേച്ചർ ആയിട്ടാണ്. മുകുന്ദരാജ് മറാത്തി ലിറ്ററേച്ചർ. ദെൻ യരപ്രഗത കണക്ട് ആവുന്നത് തെലുങ്കു ലിറ്ററേച്ചർ ആയിട്ടാണ്. ഇനി ഇവ ഓരോന്നിന്റെയും എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പോയറ്റ് ഹേമ സരസ്വതി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആസാമീസ് ലിറ്ററേച്ചറിലായിരുന്നു. ഒരു 13th സെഞ്ചുറിയാണ് ഇദ്ദേഹത്തിന്റെ ഒരു പീരീഡ് വരുന്നത്. ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വർക്കാണ് പ്രഹ്ലാദ ചരിത എന്ന് പറയുന്ന വർക്ക്. ഈ ഒരു പ്രഹ്ലാദ ചരിത എന്നുള്ള ഒരു വർക്ക് എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇൻസ്പയർ ആയിട്ടുള്ളത് വിഷ്ണു പുരാണയിലെ ഒരു സ്റ്റോറി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഹേമ സരസ്വതി ആസാമീസ് ലിറ്ററേച്ചറിൽ വരുന്ന വ്യക്തിയാണ്. ഒരു 13ാമത്തെ നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം. ചില വർക്കിൽ 14 എന്നും കാണുന്നുണ്ട്, പക്ഷെ 13 കോമൺ ആയിട്ടും കാണുന്നത്. ആസാമീസ് ലിറ്ററേച്ചറിലെ അറിയപ്പെടുന്ന ഏർലിയസ്റ്റ് റൈറ്റേഴ്സിലെ ഒരു വ്യക്തിയാണ് ഹേമ സരസ്വതി. ഇനി നെക്സ്റ്റ് സരളദാസ. ഇദ്ദേഹം 15th സെഞ്ചുറി പോയറ്റ് ആയിരുന്നു. ഒറിയ ലിറ്ററേച്ചറിലെ ഒരു പോയറ്റും സ്കോളറുമായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള 3 ഒറിയ ബുക്കുകളാണ് സരള മഹാഭാരത, വിലങ്ക രാമായണ, ചണ്ഡി പുരാണ എന്നിവ. ഇദ്ദേഹമാണ് ഒറിയ ലിറ്ററേച്ചറിൽ ആദ്യമായിട്ട് ഒറിയ ഭാഷയിലുള്ള ആദ്യത്തെ സ്കോളർ, അല്ലെങ്കിൽ ഒറിയ ഭാഷയിൽ എഴുതിയിട്ടുള്ള ആദ്യത്തെ സ്കോളർ ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആദി കവി ഓഫ് ഒറിയ ലിറ്ററേച്ചർ എന്ന് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് മുകുന്ദരാജ്. അദ്ദേഹം ആദ്യകാല മറാത്തി ലിറ്ററേച്ചറിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കോളർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പീരീഡ് ഏകദേശം പറയുന്നത് 12ാം നൂറ്റാണ്ടാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ശരിയായ കാലഘട്ടത്തെ കുറിച്ചിട്ട് സ്കോളേഴ്സിനിടയിൽ ഒരു ഏകാഭിപ്രായം ഇല്ല. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള 2 റിലീജിയസ് കോമ്പോസിഷൻസ് ആണ് വിവേക് സിന്ധു, അതുപോലെ പരമാമൃത് എന്നിവ. അപ്പോൾ ഈ ഒരു വിവേക് സിന്ധു എന്ന് പറയുന്ന വർക്ക് ഉണ്ടല്ലോ, 1182 അതിന്റെ ഏകദേശ കാലഘട്ടം എന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. ദെൻ അത് മാത്രമല്ല, മറാത്തി ലാംഗ്വേജിലെ ആദ്യത്തെ ഒരു ലിറ്റററി വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നതും ഈ പറയുന്ന വിവേക് സിന്ധുവിനെയാണ്. നെക്സ്റ്റ് പറയുന്നത് യരപ്രഗത. ഇദ്ദേഹം തെലുങ്കു ലിറ്ററേച്ചറിൽ വരുന്ന ഒരു സ്കോളർ ആയിരുന്നു. റെഡ്ഡി എംപയറിന്റെ ഫൗണ്ടർ ആയിട്ടുണ്ടായിരുന്ന പ്രൊലയ വാമറെഡ്ഡിയുടെ കോർട്ട് പോയറ്റ് ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന് യരന്ന എന്നും അറിയപ്പെടുന്നുണ്ട്. യരപ്രഗത അല്ലെങ്കിൽ യരന്ന എന്നും അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന് മറ്റൊരു വിശേഷണമുള്ളത് പ്രബന്ധ പരമേശ്വര, അതുപോലെ ശംഭുദാസു എന്നെല്ലാമുള്ള വിശേഷണങ്ങളും കൂടി ഇദ്ദേഹത്തിന് ഉണ്ട്. ദെൻ ഇദ്ദേഹത്തിന്റെ പീരീഡ് 1325 മുതൽ 1353 വരെയാണ്. അതായത് ഇദ്ദേഹം കോർട്ട് പോയിട്ട് ആയിട്ടുണ്ടായിരുന്ന ഒരു പീരീഡ് ആണ് കേട്ടോ പറയുന്നത്. ആന്ധ്ര മഹാഭാരതം എഴുതിയിട്ടുള്ളത് ഇദ്ദേഹമാണ്. ഓക്കെ, അപ്പൊ എത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഫസ്റ്റ് ലിസ്റ്റ് സെക്കൻഡുമായിട്ട് മാച്ച് ചെയ്യാൻ. ലിസ്റ്റ് ഫസ്റ്റ് പറയുന്നത് ശിക്ഷ, കൽപ്പ, നിരുക്ത, ഛന്ദസ് എന്നിങ്ങനെയാണ്. ലിസ്റ്റ് സെക്കൻഡ് പറയുന്നത് മീറ്റർ, ഫോണറ്റിക്സ്, റിച്വൽസ്, എറ്റമോളജി എന്നിങ്ങനെയാണ്. അപ്പോൾ
ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ ആൻസർ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ശിക്ഷ എന്ന് പറയുന്നത് ഫോണറ്റിക്സ് ആണ്. ദെൻ കൽപ്പ എന്ന് പറയുന്നത് റിച്വൽ ആണ്. ദെൻ നെക്സ്റ്റ് നിരുക്ത എന്ന് പറയുന്നത് എറ്റിമോളജി ആണ്. ദെൻ ഛന്ദസ് എന്ന് പറയുന്നത് മീറ്റർ ആണ്, പോയറ്റിക് മീറ്റർ ആണ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്? വേദാംഗാസ് ആണ്, 6 വേദാംഗാസ് ആണ്. അപ്പൊ ഈ വേദാംഗാസിനെ ലിംബ്സ് ഓഫ് വേദ എന്നും കൂടി അറിയപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം. ശിക്ഷ, കൽപ്പ, വ്യാകരണ, നിരുക്ത, ഛന്ദസ്, ജ്യോതിഷ എന്നിങ്ങനെയാണ് 6 വേദാംഗാസ് ഉള്ളത്. അതിൽ ശിക്ഷ എന്ന് പറയുന്നത് ഫോണറ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞു. നമ്മൾ പറയാത്ത 2 എണ്ണം എന്ന് പറയുന്നത് വ്യാകരണ എന്ന് പറയുന്നത് ഗ്രാമർ ആണ്, ജ്യോതിഷ എന്ന് പറയുന്നത് ആസ്ട്രോണമിനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. അപ്പോൾ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർമേഷൻ ഓഫ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ, തിലക് ഓർഗനൈസസ് ദ ഗണപതി ഫെസ്റ്റിവൽ, ഡെത്ത് ഓഫ് ബങ്കിം ചന്ദ്ര ചാറ്റർജി, തിലക് ഓർഗനൈസസ് ദ ശിവജി ഫെസ്റ്റിവൽ, ദെൻ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റണ്ട് ആൻഡ് എയേഴ്സ് മർഡേർഡ് ഇൻ പൂനെ. അപ്പോൾ ഇതിനെ അസോസിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ABCDE എന്നിങ്ങനെയാണ് കറക്റ്റ് നമ്മുടെ ആൻസർ വരുന്നത് തന്നെ. നമുക്ക് ഓരോന്നിന്റെയും എക്സ്പ്ലനേഷൻ നോക്കാം. ഫോർമേഷൻ ഓഫ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ, അതിന്റെ ഇയർ വരുന്നത് 1888 ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം കൂടി ഓർമ്മ വരണം, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തതും അദ്ദേഹം തന്നെയായിരുന്നു. അതുപോലെ സർ സയ്യിദ് അഹമ്മദ് ഖാനും അതുപോലെ രാജ ശിവപ്രസാദ് സിംഗ് ഓഫ് ബനാറസ് അദ്ദേഹവും കൂടി ചേർന്നാണ് ഈ ഒരു യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ ഫൗണ്ട് ചെയ്തത്. ഇതിന്റെ ഒരു പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈമറി അജണ്ട എന്ന് പറയുന്നത് സേഫ് ഗാർഡ് ദ റൈറ്റ്സ് ഓഫ് ദ മുസ്ലിംസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ മുസ്ലിംസിന്റെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു പ്രൈമറി അജണ്ട എന്ന് പറയുന്നത്. നെക്സ്റ്റ്, തിലക് ഓർഗനൈസസ് ദ ഗണപതി ഫെസ്റ്റിവൽ. ഗണപതി ഫെസ്റ്റിവൽ തിലക് ഓർഗനൈസ് ചെയ്യുന്നത് 1893 അപ്പൊ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഗണപതി ഫെസ്റ്റിവൽ നടത്താനായിട്ടുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്തോ ഇങ്ങനെ നമ്മൾ പണ്ട് കാലത്തൊക്കെ പറയില്ലേ, ഗണപതിനെ വിഘ്നേശ്വരൻ എന്ന് പറയാറില്ലേ, അതായത് വിഘ്നങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവം എന്നുള്ള ഒരു മിത്തോളജി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് തിലക് ഇത്തരത്തില് ഒബ്സ്റ്റാക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് ഗുഡ് ലക്ക് നമുക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഗണപതിനെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് ഗണേശ് ചതുർത്ഥി അല്ലെങ്കിൽ ഗണപതി ഫെസ്റ്റിവൽ 1893 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു നാഷണലിസ്റ്റ് ആണെന്നും കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഗണപതി ഫെസ്റ്റിവൽ. ദെൻ ഡെത്ത് ഓഫ് ബങ്കിം ചന്ദ്ര ചാറ്റർജി വരുന്നത് 1894 ബങ്കിം ചന്ദ്ര ചാറ്റർജിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാഷണൽ സോങ് ആയിട്ടുള്ള വന്ദേ മാതരം എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പോൾ അദ്ദേഹം മരിച്ചത് 1894 ഏപ്രിൽ 8 കൊൽക്കത്തയിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. പിന്നെ ബംഗാളി ലാംഗ്വേജില് ആനന്ദമഠ് എന്നുള്ള ആ ഒരു നോവൽ എഴുതിയിട്ടുള്ളത് ഇദ്ദേഹമാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി നെക്സ്റ്റ്, തിലക് ഓർഗനൈസസ് ദ ശിവജി ഫെസ്റ്റിവൽ. 1895 തിലക് ശിവജി ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യുന്നത്. റായ്ഗർ ഫോർട്ടിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ ശിവജി ഫെസ്റ്റിവൽ അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് റണ്ട് ആൻഡ് എയ്സ്റ്റർ മർഡേർഡ് ഇൻ പൂനെ. അതിന്റെ ഇയർ വരുന്നത് 1897 22 ജൂൺ. ഇന്ത്യയിലെ 1857 കലാപത്തിന് ശേഷം നടന്നിട്ടുള്ള ആദ്യത്തെ മിലിറ്റന്റ് നാഷണലിസം കേസായിട്ടാണ് ഈ ഒരു മർഡറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കേസ് ഓഫ് ദ ചെപ്പേക്കർ ബ്രദേഴ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. അതിൽ വരുന്ന ബ്രദേഴ്സ് എന്ന് പറയുന്നത് ദാമോദർ ഹരി ചെപ്പേക്കർ ആൻഡ് ബാലകൃഷ്ണ ഹരി ചെപ്പേക്കർ ആണ്.
ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ബ്രിട്ടീഷ് ഒഫീഷ്യൽ ആയിട്ടുണ്ടായിരുന്ന WC റണ്ടിനെയും അദ്ദേഹത്തിന്റെ മിലിറ്ററി എസ്കോർട്ട് ലെഫ്റ്റനന്റ് ആയിട്ടുണ്ടായിരുന്ന ഐസ്റ്ററിനെയും പൂനെയിൽ വെച്ചിട്ട്, മഹാരാഷ്ട്രയിലെ പൂനെയിൽ വെച്ചിട്ട് അസാസിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ABCDE എന്നാണ് കറക്റ്റ് ഓർഡർ തന്നെ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വേർ ദ ശാതവാഹനാസ്? ശാതവാഹനാസ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൂളേഴ്സ് ഓഫ് അപ്പർ ഡെക്കാൻ, റൂളേഴ്സ് ഓഫ് നോർത്ത് ഇന്ത്യ, റൂളേഴ്സ് ഓഫ് വെസ്റ്റേൺ ഇന്ത്യ, റൂളേഴ്സ് ഓഫ് കലിംഗ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റൂളേഴ്സ് ഓഫ് അപ്പർ ഡെക്കാൻ. അപ്പോൾ ഡെക്കാൻ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ആൻഷ്യന്റ് ഇന്ത്യൻ ഡൈനാസ്റ്റി ആയിരുന്നു ശാതവാഹന ഡൈനാസ്റ്റി. ഏകദേശം ഒരു 450 വർഷത്തോളം ഇവര് ഭരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ ആന്ധ്രാസ് എന്നും പുരാണങ്ങളിൽ മെൻഷൻ ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ ശാതവാഹനാസ് എമേർജ് ചെയ്ത് വരാനായിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശോക ചക്രവർത്തിയുടെ, മൗര്യൻ കിങ് ആയിട്ടുണ്ടായിരുന്ന അശോക ചക്രവർത്തിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ സക്സസേഴ്സ് ഒക്കെ കമ്പാരിറ്റീവ്ലി വീക്ക് ആയിരുന്നു. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അത്രയും വാസ്റ്റ് ആൻഡ് വൈഡ് ആയിട്ടുള്ള ഒരു എംപയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അശോക ചക്രവർത്തിയുടെ സക്സസേഴ്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ പ്രോവിൻസുകളൊക്കെ തന്നെ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട്, ഓരോ പ്രോവിൻസുകളും ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ മൗര്യൻസിന്റെ നോർത്ത് വെസ്റ്റ് ഏരിയകളൊക്കെ കൈവിട്ട് പോകാനായിട്ട്, അതായത് ഫോറിൻ ഇൻവേഷൻ ഒക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കലിംഗ ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ ഏരിയകൾ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്തരത്തില് ഡെക്കാൻ ഏരിയ ഇൻഡിപെൻഡന്റ് ആയപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റി ആയിരുന്നു ശാതവാഹന ഡൈനാസ്റ്റി. സിമുഗ ആണ് ശാതവാഹന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അദ്ദേഹത്തെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നതായിരുന്നു കൃഷ്ണ. ദെൻ ഈ ഒരു കൃഷ്ണ എന്ന് പറയുന്ന റൂളറിന്റെ കീഴിലാണ് ഈ ഒരു എംപയർ, അല്ലെങ്കിൽ കിങ്ഡം, എംപയർ എന്ന് പറയാൻ പറ്റില്ല, കിങ്ഡം നാസിക് വരേക്കും എക്സ്റ്റെൻഡഡ് ആവുന്നത്. ശാതവാഹന ഡൈനാസ്റ്റിയിലെ 3rd റൂളർ ശ്രീ ശതകർണി ആയിരുന്നു. ദെൻ അദ്ദേഹം ബേരാർ അതുപോലെ വെസ്റ്റേൺ മാൾവേ ഒക്കെ കോൺകർ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വിക്ടറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വമേധ സാക്രിഫൈസസ് കണ്ടക്ട് ചെയ്തതിന്റെ എവിഡൻസുകൾ ലഭിച്ചിട്ടുണ്ട്. ഏർലി ശാതവാഹനാസ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നോർത്ത് മഹാരാഷ്ട്ര ആയിരുന്നു. ദെൻ അവരുടെ സക്സസേഴ്സ് അവരുടെ പവർ ആന്ധ്ര അതുപോലെ കർണാടക ഏരിയസിലേക്കായിരുന്നു എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശാതവാഹന റൂളേഴ്സിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് കിങ് ആയിട്ട് കണക്കാക്കുന്നത് ഗൗതമി പുത്ര ശതകർണിനെയാണ്. അദ്ദേഹത്തിന്റെ പീരീഡ് 106 to 130 CE ആണ്. ഗൗതമി പുത്ര ശതകർണിയുടെ ഇമ്മീഡിയറ്റ് സക്സസർ ആയിട്ട് കണക്കാക്കുന്നത് വസിഷ്ഠപുത്ര പുലമാവിനെയാണ്. അദ്ദേഹമാണ് കൃഷ്ണ റിവറിന്റെ ഭാഗം വരേക്കും ഈ ഒരു ഡൈനാസ്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ ഈ ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസ്കഷൻ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ അടുത്ത പാർട്ടിൽ കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.